നമസ്കാരം, സുജിത്താണ്. അപ്പോൾ ഞാൻ വരച്ചതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ചിത്രമാണ് ഇത്. നമ്മുടെ ബാംഗ്ലൂർ ഫോറം മാളിൻ്റെ മുകളിലായിട്ടാട്ടോ ഇത് വരച്ചിരിക്കുന്നത്. പുനീത് സാറിൻ്റെ ഫോട്ടോ ആണ്. പുനീത് സാറ് നമ്മളെ വിട്ടുപോയിട്ട് ഏകദേശം 2-3 വർഷത്തോളമായി. അപ്പോൾ അദ്ദേഹത്തിനൊരു ട്രിബ്യൂട്ടായിട്ട് വരയ്ക്കാൻ പറഞ്ഞ ഒരു ഫോട്ടോ ആണ് കേട്ടോ ഇത്. അപ്പോൾ എനിക്കതിലേക്ക് ഞാൻ എത്തിപ്പെട്ടത് എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ, നല്ല സുഹൃത്തുക്കൾ വഴിയാണ്. അപ്പോൾ പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. നമുക്ക് ഈ അവസരം നമ്മുടെ വിഷൻ ഫിലിംസും ഫോറമും മൈസറും എല്ലാവരോടും ഒരുപാട് സ്നേഹം. പതിനഞ്ച് ദിവസം എടുത്തു ഇതൊന്ന് കംപ്ലീറ്റ് ആക്കാൻ. ഞാനും എൻ്റെ കൂടെ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് അപ്പു എൻ്റെ കൂടെ സഹായത്തിനുണ്ടായിരുന്നു. അങ്ങനെ 15 ദിവസം എടുത്ത് ഒരുപാട് പേരിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്തു പല കാര്യങ്ങൾക്കും. അപ്പോൾ അങ്ങനെ ഫൈനലി നമുക്ക് ഇങ്ങനൊരു ഔട്ടിലേക്ക് എത്താൻ സാധിച്ചു. ഇതെനിക്കൊരു വലിയൊരു ചലഞ്ചായിരുന്നു. കാരണം 95 അടി വലിപ്പമുണ്ട് ഈ ഒരു ചിത്രത്തിന്. ഞാൻ ഇത്രയും വലിയ ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നില്ല. നാട്ടിൽ വരയ്ക്കുമ്പോഴും ഏകദേശം ഒരു 30 അടി വലിപ്പത്തിലുള്ള ചിത്രമാണ് ഞാൻ മാക്സിമം വലിപ്പം വരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് വരയ്ക്കാൻ പറഞ്ഞപ്പോഴും സാറ് പറഞ്ഞത്, നിനക്ക് പറ്റും, നീ അത് ട്രൈ ചെയ്യും, മാക്സിമം ദ ബെസ്റ്റ് നിന്നെ കൊണ്ട് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ആ ഒരു കോൺഫിഡൻസ് വെച്ചിട്ട് ഞാൻ ഇറങ്ങി. അതേപോലെ തന്നെ പുനീത് സാറിൻ്റെ ആ ഒരു ചിത്രം തന്ന ആ ഒരു ഫോട്ടോ അതേമാതിരി തന്നെ വരയ്ക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ബാംഗ്ലൂർ വരയ്ക്കാൻ പോകുമ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് എനിക്കറിയാമായിരുന്നു. ഒരു നടനാണ് എന്നുള്ള രീതിക്ക് എനിക്കറിയാമായിരുന്നു. പക്ഷേ എത്രത്തോളം ആളുകളിൽ അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് എനിക്ക് അവിടെ ചെന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ മനസ്സിലായത്. അതായത് നമ്മൾ എവിടെ നോക്കുമ്പോഴും പുനീത് സാറിൻ്റെ ഫോട്ടോ കാണാം നമുക്ക്. അതായത് ഒരു ഓട്ടോ ആയാലും ഹോട്ടലായാലും എവിടെ നോക്കിയാലും അദ്ദേഹത്തെ ആരാധിക്കുന്ന കുറേ സ്നേഹമുള്ള മനുഷ്യരുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളെ വിട്ടുപോയ പുനീത് സാറിൻ്റെ ഒരു ട്രിബ്യൂട്ട് എന്നുള്ളൊരു വലിയ ചിത്രം, അതായത് ഏറ്റവും വലിയ ഒരു ചിത്രം വരയ്ക്കാൻ സാധിച്ചതിൽ എനിക്കും ഒരുപാട് അഭിമാനം, സന്തോഷമുണ്ട്. ഈ ഒരു ചിത്രത്തിൻ്റെ ഫൈനൽ ഔട്ട് കാണുന്നത് ഇതിലെല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷമാണ്. അതിൻ്റെ ഫൈനൽ ഡ്രോൺ ഷോട്ടിലാണ് ഞാൻ ആ ചിത്രം ഫൈനലായിട്ട് ഞാനും കാണുന്നത്. അങ്ങനെ വല്ല തെറ്റുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് തിരുത്താനേ പറ്റുള്ളൂ. അങ്ങനെ നമുക്കെല്ലാം അത് ഭംഗിയായിട്ട് തന്നെ ചെയ്യാൻ സാധിച്ചു. വളരെയധികം സന്തോഷമുണ്ട്. ഇവരാണ് കേട്ടോ നമ്മുടെ ഫാമിലി, നമ്മുടെ സുഹൃത്തുക്കളും. അങ്ങനെ എന്നെ കൂടെ കട്ടയ്ക്ക് നിന്ന് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ടവരാണ് കേട്ടോ ഇവരെല്ലാം.